ഹായ്, ഇന്നത്തെ റെസിപ്പി കാര ഓംലേറ്റ് ആണ്. ഏത് ഇൻഗ്രീഡിയൻസ് വെച്ചും ഇത് ഉണ്ടാക്കാൻ പറ്റും. ഒരു പ്രത്യേക ടേസ്റ്റാണ് ഇതിന്. 4 മുട്ട പൊട്ടിച്ചൊഴിക്കുക. ഒരു വലിയ ഉള്ളി ചെറിയ ചെറിയ പീസാക്കി കട്ടാക്കിയത്, 2 പച്ചമുളക്, എല്ലാം ചെറിയ ചെറിയ പീസ് തന്നെ ആക്കണം. 1 ടീസ്പൂൺ കുരുമുളക് പൊടി, ഒരു ഇച്ചിരി മഞ്ഞൾപ്പൊടി, കുറച്ച് കറിവേപ്പില കട്ടാക്കിയത്, കുറച്ച് മല്ലിയിലയും. ഇത് കുറച്ച് ബീഫ് ക്രഷാക്കി എടുത്തതാണ്. ഒരു ഇച്ചിരി ഗരം മസാലപ്പൊടി, കുറച്ച് ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തെടുത്തതാണ്. അത് നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം ഇട്ട് കൊടുത്താൽ മതി. ആവശ്യത്തിന് ഉപ്പ്. എല്ലാം കൂടി വിസ്ക് കൊണ്ടോ മറ്റോ നന്നായി മിക്സാക്കി കൊടുക്കുക. പിന്നെ ഞാൻ ഈ ബീഫ് മഞ്ഞളും ബീഫ് മസാലയും ഇട്ട് പുഴുങ്ങിയെടുത്തതാണ്, ക്രഷാക്കി ഇട്ടത്. ഒരു കാര വെച്ച് കൊടുക്കുക. അതിലേക്ക് പാത്രം ചൂടായാൽ കുറച്ചായി വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക. എണ്ണ ചൂടാകുന്നത് വരെ ഹൈ ഫ്ലെയിമിൽ തന്നെ ആയിരിക്കണം. ഇനി നമുക്ക് കുറേശ്ശെയായി മാവ് ഒഴിച്ചു കൊടുക്കാം. ഇനി ലോ ഫ്ലെയിമിലേക്ക് ആക്കണം, അല്ലെങ്കിൽ പുറം കരിന് ഉള്ളു വെന്തിട്ടുണ്ടാവില്ല. മുങ്ങത്തക്ക രീതിയിൽ ഒഴിക്കരുത്, എന്നാലൊരു ഷേപ്പ് കിട്ടില്ല. പിന്നെ ഇത് ഏത് ഇൻഗ്രീഡിയൻസ് വെച്ച് ഉണ്ടാക്കാം. സാധാരണ നമ്മൾ ഉണ്ടാക്കുന്ന ഓംലേറ്റ് മാതിരിയും. പിന്നെ ബീഫിന് പകരം ചിക്കൻ പൊരിച്ചത് ഇട്ട് കൊടുക്കാം, അതുപോലെ തന്നെ വെജിറ്റബിൾ ഇട്ട് കൊടുക്കാം. എന്തിട്ട് കൊടുത്ത് ഉണ്ടാക്കിയാലും ടേസ്റ്റാണ്. ഇനി നമുക്ക് മൂടി വെച്ച് കൊടുക്കാം, ലോ ഫ്ലെയിമിൽ തന്നെ. മറ്റേ സൈഡ് കൂടി ഫ്രൈ ആക്കി എടുക്കാം. ഒരു ചെറിയ സ്പൂണ് വെച്ച് മറിച്ചിട്ട് കൊടുത്താൽ മതി. വേഗം മറിച്ചിടാനൊക്കെ പറ്റും. പിന്നെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം, മറക്കരുത്. പിന്നെ ബെല്ലൈക്കൺ കൂടി അമർത്തണം. ഇത് ഉണ്ടാക്കാറില്ലെങ്കിൽ മറക്കാതെ ട്രൈ ചെയ്ത് നോക്കണം. ഇത്രയും ഞാൻ പറയുന്നത് അത്രയും ടേസ്റ്റിയാണ്, നല്ല സോഫ്റ്റുമാണ്. ചൂടോടെ കഴിക്കാനാണ് പ്രത്യേക ടേസ്റ്റ്. എല്ലാം കൂടി മിക്സാക്കി വെച്ച് കഴിക്കാൻ പോകുന്ന സമയത്ത് ഉണ്ടാക്കിയാൽ മതി. ഇനി വീണ്ടും മൂടി വെച്ച് കൊടുക്കാം. ഇനി ഒരു കുറച്ച് സമയമേ മൂടി വെച്ച് കൊടുക്കണ്ടു. ഇനി ഒരു പാത്രത്തിലേക്ക് സെർവ് ചെയ്യാം. നാല് മുട്ടയ്ക്ക് ഒരു 15 എണ്ണം ഉണ്ടാകും. ബീഫ് കൂട്ടാത്തവർക്ക് ചിക്കൻ വെച്ചുണ്ടാക്കാം, പിന്നെ വെജിറ്റബിൾ വെച്ചുണ്ടാക്കാം. നന്നായി പൊങ്ങി വന്നിട്ടുണ്ട്. തണുത്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ ഞാനിത് കട്ടാക്കി കാണിച്ചു തരാം. കണ്ട ഉള്ളൊക്കെ നല്ല സോഫ്റ്റായി, പുറത്ത് ക്രിസ്പിയായി, നല്ല ചൂടോട് കൂടിയായതുകൊണ്ട് കൈ വിറയ്ക്കുന്നുണ്ട്. അങ്ങനെ വളരെ ഈസിയും ടേസ്റ്റിയുമായ കാര ഓംലേറ്റ് റെഡിയായി.